Hello Medicos. Myself Adul S. Anil, first year MBBS student at ജിപ്മർ പുതുച്ചേരി. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ MBBS എസെൻഷ്യൽസ്. എന്നാൽ നമ്മൾ ഫസ്റ്റ് ഇയറിന് എന്തൊക്കെയാണ് നമ്മൾ MBBSന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. മെയിൻലി ടെക്സ്റ്റ് ബുക്സിനെ കുറിച്ച് കുറേ ഡൗട്ടുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്സ് ഏതൊക്കെയാണെന്നും നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ അല്ലാതെ അഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ വാങ്ങണം, നമ്മുടെ ഹോസ്റ്റലിൽ എന്തൊക്കെ ആവശ്യമുണ്ട് എല്ലാം നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്സ് നമുക്ക് ടോട്ടലി ഫസ്റ്റ് ഇയർ 3 വിഷയമാണ് വരുന്നത്: അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. അല്ല, അനാട്ടമി തന്നെ ജനറൽ അനാട്ടമി ഉണ്ട്. ആദ്യം നമുക്ക് വായിച്ചിരിക്കേണ്ടത്, ഇതെല്ലാവരും വായിച്ചിരിക്കണം. ഇത് നമുക്ക് പഠിക്കുന്ന എന്താണ് അതിനനുസരിച്ച് എല്ലാവരും വാങ്ങണമെന്ന് അത്ര നിർബന്ധമില്ല. എന്നാലും PDF ഫോർമാറ്റൊക്കെ കിട്ടും. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ആകുമ്പോൾ എന്തെങ്കിലും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഞാൻ ഒരു ഡ്രൈവിൻ്റെ ലിങ്ക് തരാം. അപ്പോൾ അതിലൂടെ നമുക്ക് ഇതിൻ്റെയൊക്കെ PDF ഫ്രീ ആയിട്ട് നമുക്ക് ലഭ്യമാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫസ്റ്റിന് ജനറൽ അനാട്ടമിയാണ് ഉള്ളത്. ഈ ജനറൽ അനാട്ടമിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് BD ചൗരാസിയുടെ ബുക്കാണ്. BD ചൗരാസിയുടെ ഈ ജനറൽ അനാട്ടമി BD ചൗരാസിയുടെ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ചിലവർക്ക് ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ BD ചൗരാസിയൊക്കെ അല്പം വായിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് വിശ്രാം സിംഗ് പ്രിഫർ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ ജിപ്മർ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവരും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ വിശ്രാം സിംഗിൻ്റെ ജനറൽ അനാട്ടമിയാണ്. കാരണം അവരെ കരിക്കുലത്തിൽ പറയുന്ന ടെക്സ്റ്റും വിശ്രാം സിംഗിൻ്റെ ജനറൽ അനാട്ടമി ഉണ്ട്. അപ്പം പിന്നെ അടുത്താണ് ഗ്രോസ് അനാട്ടമി. ഗ്രോസ് അനാട്ടമി നമ്മൾ മെയിൻ ടെക്സ്റ്റ് ബുക്സ് വരുന്നത്. ഇപ്പോൾ അതിൽ തന്നെ നമുക്ക് 2 ടെക്സ്റ്റ് ബുക്സ് വേണം മെയിനായിട്ട്. ഒന്ന് BD ചൗരാസിയ. ഇപ്പോൾ കേരളത്തിലായാലും എവിടെ ഒരു കോളേജിൽ പോയാലും ഈ BD ചൗരാസിയുടെ 4 ബുക്സ്. അത് തന്നെ ഫസ്റ്റ് വരുന്നതാണ് അപ്പർ ലിംബും പിന്നെ തൊറാക്സിൻ്റെ ടെക്സ്റ്റ്. അതാണ് വോളിയം 1 വരുന്നത്. സെക്കൻഡ് വോളിയം വരുന്നത് ലോവർ ലിംബും അബ്ഡോമൻ ആണ്. ലോവർ ലിംബും അബ്ഡോമൻ. തേർഡ് വോളിയം വരുന്നതാണ് ഹെഡും നെക്കും. 4ാമത്തെ വോളിയാണ് ന്യൂറോ അനാട്ടമിയാണ്. ന്യൂറോ അനാട്ടമീൻ്റെ 4ാമത്തെ വോളിയം. ഇവിടെ 4 വോളിയംസ് ഉണ്ട്. അതേസമയം അടുത്ത ടെക്സ്റ്റ് ബുക്കാണ് വിശ്രാം സിംഗിൻ്റെ. വിശ്രാം സിംഗിൻ്റെ ഫസ്റ്റ് വോളിയത്തിൽ വരുന്നുണ്ട് അപ്പർ ലിംബ് തൊറാക്സ്. അവിടെയും ഫസ്റ്റ് അപ്പർ ലിംബ് തൊറാക്സ് ആയിരുന്നു. ഇവിടെയും സെക്കൻഡ് അബ്ഡോമൻ ലോവർ ലിംബ്. ഇവിടെയും സെക്കൻഡ് അബ്ഡോമനും ലോവർ ലിംബുമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഹെഡും നെക്കും ബ്രെയിനും ചേർത്ത് ഒറ്റ ടെക്സ്റ്റാണ്. 3 വോളിയമേ ഉള്ളൂ. ഇവിടെ ഹെഡും നെക്കും എന്താണ് അനാട്ടമിയിൽ നമ്മളെ എന്താണ് BD ചൗരാസിയിലും ഒറ്റ ടെക്സ്റ്റാണ് ഹെഡ് നെക്കിനും. പിന്നെ ന്യൂറോ അനാട്ടമിക്ക് സെപ്പറേറ്റ് ആണ്. അതേസമയം ഇവിടെ ന്യൂറോ അനാട്ടമി നമ്മൾ വിശ്രാം സിംഗിൽ ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഒന്നോക്കിയാൽ ടെക്സ്റ്റിൻ്റെ ബൾക്ക്നെസ് കുറയുന്നത് വിശ്രാം സിംഗിലാണ്. പക്ഷേ എനിക്ക് ഇത്തിരി ഇപ്പം ഡയഗ്രാംസും കാര്യമൊക്കെ വായിക്കുക ഇത്തിരി ഈസി വിശ്രാം സിംഗ് ആയിരിക്കും. പക്ഷേ BD ചൗരാസിനെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യണം. നിങ്ങൾ സീനിയേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക. അവിടെ കയറുന്ന കോളേജിൽ സീനിയേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇതാണ്. മിക്കവാറും എല്ലാവരും BD ചൗരാസിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം പിന്നെ BD ചൗരാസിയും അതിൻ്റെ എന്താണ് നമുക്ക് അതിനനുസരിച്ച് പൊരുത്തപ്പെടാൻ രണ്ടും വായിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അടുത്താണ് നമുക്ക് ഫസ്റ്റ് ഇയർ അനാട്ടമിയുടെ ഡിസെക്ഷൻ വരുന്നുണ്ട്. ഡിസെക്ഷൻ വരുന്നതുകൊണ്ട് അതിന് നമുക്ക് ഡിസെക്ഷൻ മാനുവൽ ആവശ്യമുണ്ട്. ഇത് നിങ്ങൾ വാങ്ങിയേ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. വാങ്ങിയില്ലെങ്കിൽ നമുക്ക് ഡിസെക്ഷൻ ഹോളിൽ പോലും കയറ്റാത്ത ചില കോളേജസ് ഉണ്ട്. എല്ലാ കോളേജും ഡിസെക്ഷൻ ഹോളിൽ കയറ്റാറില്ല ഇതില്ലെങ്കിൽ. അതാണ് കണ്ണിങ്ഹാം മാനുവൽ. കണ്ണിങ്ഹാം മാനുവലിൽ നിന്ന് തന്നെ 3 വോളിയം വരും. ഫസ്റ്റ് വോളിയം തന്നെ അപ്പർ ആൻഡ് ലോവർ ലിംബ്. അതിൻ്റെ ഡിസെക്ഷൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമുക്ക് അപ്പർ ലിംബിലാണ് സ്റ്റാർട്ടിങ് ഡിസെക്ഷൻ തുടങ്ങുക. പിന്നെ തൊറാക്സ്, അബ്ഡോമനും ഹെഡ്, നെക്ക് ആൻഡ് ബ്രെയിൻ്റെ ഈ 3 വോളിയം ഡിസെക്ഷൻ മാനുവൽ മസ്റ്റായിട്ട് വാങ്ങിച്ചിരിക്കണം എല്ലാവരും. അടുത്തത് നമ്മൾ സെക്കൻഡ് വിഷയമാണ് ഇത് ഫിസിയോളജി. ഫിസിയോളജി എന്ന് പറഞ്ഞാൽ 2 ടെക്സ്റ്റ് ബുക്കാണ് ഏറ്റവും റെക്കമെൻഡഡ്: GK പാലും AK ജെയിനും. ഇതിൽ GK പാല് കണ്ടോ നമുക്ക് ജിപ്മറിൽ. കാരണം ജിപ്മറിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും വാങ്ങുന്ന GK പാൽസ്. കാരണം നമ്മൾ HOD പോലും GK പാൽ സാറാണ്. അപ്പോൾ GK പാൽ സാർ ഡയറക്റ്റ്ലിയാണ് നമുക്ക് ഫിസിയോളജി പഠിപ്പിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ ടെക്സ്റ്റാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ കേരളത്തിൽ മിക്ക കോളേജിലും GK പാലിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ യൂസ് ചെയ്യുന്നത് AK ജെയിൻ്റെ ടെക്സ്റ്റ് ബുക്കായി. AK ജെയിൻ്റെ 2 വോളിയംസ് ഉണ്ട്. AK ജെയിൻ്റെ. GK പാലിൻ്റെ ഒറ്റ ഒരു വോളിയം തന്നെ ഉള്ളൂ. അടുത്ത നമുക്ക് വിഷയമാണ് ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രി നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പം 3 ടെക്സ്റ്റ് എല്ലാവരും പ്രിഫർ ചെയ്യാറുണ്ട്. ഒന്ന് നമ്മുടെ DM വാസുദേവൻ. ഇതാണ് ഏറ്റവും അക്സെപ്റ്റഡ് ടെക്സ്റ്റ് ബുക്ക്, DM വാസുദേവൻ. 2ാമത് സത്യനാരായണ. ഇത് ചില കോളേജ് ഉപയോഗിക്കും. കേരളത്തിലെ ചില കോളേജിൽ സെമ്പുലിംഗവും കൂടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും വാങ്ങാൻ പ്രിഫർ ചെയ്യാൻ DM വാസുദേവൻ. ആണ് ഇത്തിരി കൂടി വായിക്കാൻ ഈസിയാണ് DM വാസുദേവൻ്റെ ഈ ടെക്സ്റ്റ് ബുക്ക്. കാരണം ഇതിൽ COVID-19 ലേറ്റസ്റ്റ് ആയിട്ട് വന്ന COVID-19 ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് വാങ്ങാനായിട്ട് നോക്കുക. പിന്നെ അടുത്താണ് സത്യനാരായണൻ്റെ ബയോകെമിസ്ട്രി. പിന്നെ എന്താണ് സെമ്പുലിംഗത്തിൻ്റെ ബയോകെമിസ്ട്രി. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് ഇത്, സെക്കൻഡ് പ്രിഫറൻസ്, തേർഡ് പ്രിഫറൻസ്. അപ്പോൾ അത്രയാണ് നമ്മളെ ബുക്സിൻ്റെ കാര്യം. ബാക്കി അഡീഷണൽ പ്രാക്ടിക്കൽസിൻ്റെയൊക്കെ അഡീഷണൽ ബുക്സ് നമ്മൾ ഹോസ്റ്റൽ കോളേജ് നമുക്ക് തരുന്നതാണ്.
പിന്നെ അടുത്താണ് ലാബ് എസെൻഷ്യൽസ്. ലാബ് എസെൻഷ്യൽ വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വൈറ്റ് കോട്ടിൽ എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ഹാഫ് സ്ലീവാണ്. അത് ചില കോളേജിൽ നമ്മളെ ഇഷ്ടത്തിൽ എടുക്കാൻ വേണ്ടി പറയും ഫുൾ സ്ലീവോ. പക്ഷേ ഇപ്പോൾ ഇൻ കേസ് ജിപ്മറിനാണെങ്കിൽ നമുക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, ഡയറക്റ്റ്ലി വൈറ്റ് കോട്ട് ഹാഫ് സ്ലീവ് ആയിരിക്കണമെന്ന് വ്യക്തമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കോളേജ്, ഇപ്പം നമ്മൾ എയിംസിലൊക്കെ ആണെങ്കിൽ അവർ തന്നെ കോട്ട് തരികയാണ്. അവർ എംബ്ലോക്ക് വെച്ച് ഇവിടെ ഒരു എംബ്ലോക്ക് തന്നിട്ട് എന്താണ് ഒരു ഫുൾ സ്ലീവ് കോട്ടാണ് എല്ലാവർക്കും കൊടുക്കാറ്. പക്ഷേ ഇവിടെ നമുക്ക് എംബ്ലോന്ന് വെക്കേണ്ട ആവശ്യമില്ല, ഒരു വൈറ്റ് കോട്ട് ഹാഫ് സ്ലീവ് ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മസ്റ്റാണ്. മിനിമം ഒരു 2, കൂടിപ്പോയാൽ 3, 2 to 3 3 ഏറ്റവും നല്ലത്. കാരണം ഒരു ദിവസം ഇപ്പം ഒരാഴ്ച 7 ദിവസമുണ്ട്, അതിൽ 6 ദിവസം നമുക്ക് ലാബ്, ഇപ്പം നമ്മുടെ ടൈം ടേബിൾ പറയാൻ 6 ദിവസം ലാബുണ്ട്, സാറ്റർഡേ ഒഴിച്ച്. 5 ദിവസം, സാറ്റർഡേ സൺഡേ ക്ലാസ് ഇല്ല, സാറ്റർഡേ ലാബില്ല, ബാക്കി 5 days ലാബ് നമുക്കുണ്ട്. അടുത്ത് പിന്നെ പ്രാക്ടിക്കൽ മാനുവൽ നമ്മൾ കോളേജ് തരാറുണ്ട്, അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ നോക്കണ്ട. പിന്നെ നോർമൽ പെൻസിൽ നമ്മൾ സാധാരണ ഇപ്പോൾ സ്കൂളിലൊക്കെ യൂസ് ചെയ്യുന്ന അപ്സരേൻ്റെയോ നട്രാജിൻ്റെ ഏതൊക്കെ പെൻസിൽസ് നമുക്ക് അത് സെറ്റ് ആവശ്യമാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം HND പെൻസിൽസ്, ഹെമറ്റോക്സിനും ഈസിൻ്റെയും പെൻസിൽസാണ്. ഇവർ 2 പെൻസിൽസാണ്. ഇതിപ്പം ഈ കളർ പിങ്ക് കളറും ഇത് വയലറ്റ് കളറും. അപ്പോൾ ഈ 2 പെൻസിലിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അല്പം ചീപ്പ് പ്രൈസിനുണ്ട്, പക്ഷെ അതൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇതിൻ്റെ ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് സൈസ് ഒന്ന് വാങ്ങിയിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇത് ഒരെണ്ണത്തിൻ്റെ വില 50 rupees. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് എനിക്ക് 100 rupees ആയി ടോട്ടല്. അപ്പോൾ അടുത്ത് വരുന്നതാണ് ഡിസെക്ഷൻ കിറ്റ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ കണ്ണിങ് മാനുവലും അതേപോലെ ഡിസെക്ഷൻ കിറ്റും. ഇതിൽ നമ്മൾ ഫോർസെപ്സ്, ടൂത്ത് ഫോർസെപ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ എന്താണ് കോളേജിന് അടുത്ത് എവിടെയെങ്കിലും സ്റ്റോർ കാണാം, അവിടെ പോയി വാങ്ങുന്നതായിരിക്കും ഇത്തിരി കൂടി നല്ലത്. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയായിരിക്കും. അല്ല നമ്മളിപ്പോൾ ചാടിക്കയറി വാങ്ങിയിട്ടൊരു കാര്യമില്ല, കാരണം ചില സാധനങ്ങളിൽ അവൈലബിൾ ആയിരിക്കില്ല. നമ്മളിപ്പം ഡിസെക്ഷൻ കിറ്റ് എന്ന് പറഞ്ഞ് വാങ്ങുമ്പം ഇപ്പം +2-നൊക്കെ ആണെങ്കിൽ നേരത്തെ ഡിസെക്ഷൻ ഉണ്ടായിരുന്നു, ഈ ഫ്രോഗോ അങ്ങനത്തെ ആ കിറ്റല്ല ഇതല്പം വ്യത്യാസമുണ്ട്. അടുത്താണ് ഗ്ലൗസ് പാക്ക്. നമ്മളിപ്പോൾ ഹാൻഡ് ഗ്ലൗസ് ഡിസെക്ഷനൊക്കെ ആവശ്യമാകുമ്പോൾ ഗ്ലൗസ് ഡെയിലി ആവശ്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആ ഗ്ലൗസിൻ്റെ പാക്ക് വാങ്ങാം. പിന്നെ മാസ്കിൻ്റെ പാക്ക്, അതാ ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ നിൽക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് മാസ്കിൻ്റെ ആവശ്യം നമുക്ക് എന്തായാലും 100% വേണ്ടി വരും. പിന്നെ അടുത്താണ് സാനിറ്റൈസർ. ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ വിട്ടുപോയാണ് ഹാൻഡ് വാഷ്. മെയിനായിട്ട് സാനിറ്റൈസർ, അത് നമ്മുടെ കൂടെ എപ്പോഴും കാണണം സാനിറ്റൈസറിൻ്റെ ഒരു ഇത്. പിന്നെ അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സ്റ്റെതസ്കോപ്പ്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിന് സ്റ്റെതസ്കോപ്പിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് ഫസ്റ്റ് ഇയർ ഈ സ്റ്റെതസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് താണ്ട് ഈ ഒരു സാധനം കിട്ടിയ അടിപൊളി, ലിറ്റ്മാൻ്റെത്. ഇത് മിനിമം ഒരു 10,000 രൂപയാണ്. 10,000 അങ്ങനെ മുകളിലോട്ട് പോവുകയാണ് ലിറ്റ്മാൻ്റെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാനാണെങ്കിൽ ഈ മൈക്രോടോണൊക്കെ നല്ലതാണ്. കാരണം ഓൺലൈനിൽ 1,002, ഇപ്പോൾ ഞാൻ തന്നെ വാങ്ങിയ മൈക്രോടോണിൻ്റെ ബ്ലാക്ക് 1,700 സംതിങ് ആയിരുന്നു. അപ്പോൾ ഇതായാലും മൈക്രോടോണിൻ്റെയോ അല്ലെങ്കിൽ ഇത്തിരി കൂടെ മറ്റേ ഈ ഡോക്ടർ മോർപ്പൻ്റെ എന്താണ് സ്റ്റെതസ്കോപ്പൊക്കെ കിട്ടാറുണ്ട്, അപ്പോൾ അത് വാങ്ങാം. അടുത്ത് പിന്നെ ഇത് നമുക്ക് ഇപ്പോഴും ആവശ്യമില്ല, BP അപ്പാറ്റസ് നമുക്കൊരു പകുതിയൊക്കെ ആകുമ്പോൾ വാങ്ങിയത്. കാരണം ഫിസിയോളജി പ്രാക്ടിക്കലിൽ BP ചെക്ക് ചെയ്യാൻ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ BP അപ്പാറ്റസ് നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓട്ടോമാറ്റിക് ഒരിക്കലും വാങ്ങണം, മാനുവൽ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അടുത്താണ് ഹോസ്റ്റൽ എസെൻഷ്യൽസ് നമുക്ക് വരിക. ഹോസ്റ്റൽ നമുക്ക് അവിടെ ബെഡ് അവിടെ തന്നെ കാണും, പക്ഷെ നമുക്ക് മാട്രസ് അവിടെ കാണില്ല. അതാണ് ഞാൻ ബെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ല ബെഡ് മൊത്തത്തോടെ വാങ്ങാനില്ല, മാട്രസ് നമുക്ക് കാണില്ല. അപ്പോൾ മാട്രസ് വാങ്ങാം. പിന്നെ പില്ലോ കവറും അത് മെയിനായിട്ട് വാങ്ങാം. പിന്നെ ബക്കറ്റ്, 2 ബക്കറ്റ് മസ്റ്റായിട്ട് വേണം. 2 ബക്കറ്റും പിന്നെ മഗ്, 1-2 മഗ്, പിന്നെ ബാക്കി സോപ്പ് കാര്യങ്ങൾ, അതാണ് ഞാൻ പറയുന്നത്. അതർ തിങ്സ് ആസ് പെർ യുവർ നീഡ്. നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ നിങ്ങൾ വീടൊന്ന് മാറി നിൽക്കുകയാണ്, അപ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് അത് അവരുടെ പേഴ്സണൽ തിങ്സ് അവർക്കല്ലേ അറിയാവും. അപ്പോൾ മെയിനായിട്ട് ഇത് 2 സാധനം ഹോസ്റ്റലിന് ആവശ്യമുണ്ട്. ബാക്കിയുള്ള ഡ്രസ്സസ് കാര്യമൊക്കെ അത് നിങ്ങളെ തീരുമാനമാണ്. പിന്നെ അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റേഷനറി ഐറ്റംസ്. നോട്ട്ബുക്സ് നമുക്ക് 4 വലിയ നോട്ട്ബുക്സ്, 4 വാങ്ങിയാലും കുഴപ്പമില്ല, മിനിമം 3 വേണം. കാരണം അനാട്ടമിക്ക് 1, ഫിസിയോളജിക്ക് 1, ബയോകെമിസ്ട്രിക്ക് 1. പിന്നെ അഡീഷണൽ വെച്ചിരിക്കണം നല്ലതാണ്. ഇപ്പോൾ ഏതെങ്കിലും തീർന്നു പോയാൽ പെട്ടെന്ന് ഇൻ കേസ് വാങ്ങാൻ പറ്റിയില്ലെങ്കിലോ ആ ടൈമിൽ. പിന്നെ ഒരെണ്ണം എടുത്ത് വെച്ചിരുന്നത്. കാരണം ജനറൽ അനാട്ടമിക്ക് സെപ്പറേറ്റ് ബുക്ക് വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വേറെ ടെക്സ്റ്റ് കൂടിയല്ലേ, അപ്പോൾ അതങ്ങനെ പഠിക്കുന്നതായിരിക്കും ഇത്തിരി കൂടെ നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു മീഡിയം ബുക്ക് ജനറൽ അനാട്ടമിക്ക് കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അഡീഷണൽ 2 സ്മോൾ, ഇതേപോലത്തെ സ്മോൾ മീൻസ് ഈ മീഡിയം ബുക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് പിന്നെ അഡീഷണൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ എന്തൊക്കെ വാങ്ങണം. അല്ല നമുക്ക് നോട്ട്ബുക്ക് അങ്ങനെയൊന്നുമില്ല, എത്ര വേണമെങ്കിൽ വാങ്ങാം, അല്ല ആവശ്യം അനുസരിച്ച് വാങ്ങാം. അഡീഷണൽ വാങ്ങി വെക്കുന്നത് നല്ലതാണ്. ചുമ്മാ കിടന്ന് നമുക്ക് ആ ടൈം ആകുമ്പോൾ കിടന്ന് ഓടേണ്ട ആവശ്യം വരില്ല. പിന്നെ ഒരു സെറ്റ് പെൻ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ റോറി 20 ടൈപ്പ് പെൻ, അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു സെറ്റ് ഹൈലൈറ്റർ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവർക്കും യൂസ് ചെയ്യണമെന്ന് അറിയില്ല.
എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഹൈലൈറ്റർ ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടേംസും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് പോകാനും അതൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് അതിന് വേണ്ടി ഹൈലൈറ്റർ ഇതൊക്കെ ഓപ്ഷനബിളാണ്. സ്റ്റിക്കി നോട്ട്സ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സ്റ്റിക്കി നോട്ട്സ് ഒക്കെ വാങ്ങി ഇത്തിരി പ്രൊഡക്ടിവിറ്റി ആയിട്ട് നമുക്ക് ചിന്തിക്കാനും അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാനൊക്കെ ഉള്ള അതിനുവേണ്ടിയുള്ളൊരു റിസോഴ്സാണിത്. പിന്നെ കളർ പെൻസിലൊക്കെ വാങ്ങുന്നതായിട്ട് നല്ലതാണ്. കാരണം ഡയഗ്രാംസ് ഒരുപാട് വരയ്ക്കാണ് അനാട്ടമിക്ക്. അപ്പോൾ അനാട്ടമിക്ക് ഡയഗ്രാംസ് നമ്മൾ കളർ ചെയ്ത അതൊക്കെ വയ്ക്കുമ്പോൾ ഇത്തിരി ഒരു നീറ്റ്നെസ്സും കാര്യമൊക്കെ വരും. കാരണം അതിനുവേണ്ടി നോട്ട് പാഡ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നോട്ട് പാഡ് നമുക്ക് നോട്ട്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഓറിയൻറ്റേഷൻ സെഷൻ ഫസ്റ്റ് നമുക്ക് എല്ലാ ക്ലാസ്സിലും കാണും. ഏത് കോളേജായാലും ഫസ്റ്റ് 2 വീക്സിൽ ഓറിയൻറ്റേഷൻ കാണും. അപ്പോൾ അവിടെ എന്തൊക്കെ പറയുന്നത് അതൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി നോട്ട് പാഡ് അല്ലെങ്കിൽ സ്മോൾ ബുക്ക്, ഞാൻ നേരത്തെ എഴുതിയ സ്മോൾ ബുക്കൊക്കെ. ഇപ്പോൾ ഇതിന് പകരം നമുക്ക് ഡ്രോയിങ് ബുക്ക്, വലിയ ഡ്രോയിങ് അല്ല, ചെറിയ ആർട്ടിസ്റ്റ് ടൈപ്പൊക്കെ അതൊക്കെ വാങ്ങി വെച്ചിട്ട് നമുക്ക് അതിലെന്താണ് ഈ ഡിസെക്ഷൻ ടൈമിൽ നമുക്ക് പിക്ചേഴ്സ് ഒക്കെ ഡ്രോ ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പം കളർ പെൻസിലും നോട്ട് പാഡും. ഹെഡ്ഫോൺ നല്ലൊരു ഹെഡ്ഫോൺ നോക്കി വാങ്ങുക. കാരണം ബഡ്ജറ്റ് നമുക്കിപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. ഇപ്പോൾ നല്ലൊരു ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനൊക്കെ ഉള്ളതാണ്. കാരണം ബാക്ക്ഗ്രൗണ്ട് നോയിസ് കേൾക്കാതിരിക്കാനും. നമ്മളിപ്പോൾ ക്ലാസ്സൊക്കെ ഇപ്പം ഈ മാരോ PW മെഡഡിൻ്റെയും അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഈ പ്രിപ്ലാഡറിൻ്റെ ഒക്കെ ക്ലാസ് കാണുന്നവരൊക്കെ ആണെങ്കിൽ അവരൊക്കെ എന്താണ് ബാക്ക്ഗ്രൗണ്ട് നോയിസ് കേൾക്കാതിരിക്കാൻ നല്ലൊരു ഹെഡ്ഫോണൊക്കെ വാങ്ങുന്നത് നല്ലതാണ്. പിന്നെ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലുതൊന്നും വാങ്ങണ്ട, നല്ല അത്യാവശ്യം നമുക്ക് വെക്കാൻ, കാരണം നൈസായിട്ട് പാട്ട് കേൾക്കാനും അതിനൊക്കെ വേണ്ടിയാണ്. അല്ല വലിയ പരിപാടി നടത്താനൊന്നും അല്ല, അത്ര സൗണ്ടുള്ളതൊന്നും വേണ്ട, ചെറുതൊക്കെ മതി. സ്പീക്കേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ മതി. ഇതൊക്കെ രണ്ടും മെയിനായിട്ട് ആവശ്യമില്ല. പക്ഷേ ഇത് നല്ല എന്താണ് എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനം ഹെഡ്ഫോൺ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഈ ഫയൽസ് ക്യാരിയറും അതിപ്പോൾ നമ്മൾ വാങ്ങേണ്ട ആവശ്യം തന്നെ കാണണം. കാരണം ഇപ്പോൾ നമ്മൾ നീറ്റിൻ്റെ എല്ലാ കൗൺസിലിംഗ് പ്രോസസ്സിന് വേണ്ടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നുകൊണ്ട് ഈ സാധനം എല്ലാവരും 5-6 മിനിമം കാണും. അതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം വാങ്ങണമെന്നില്ല. ഉള്ളവർ ഇപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ 1-2 വാങ്ങി വെച്ചാൽ കുഴപ്പമില്ല. ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു ഇമ്പോർട്ടൻസ് ആണ് ഒന്ന് മറന്നുപോയി എന്ന് പറയുന്ന ഒരു ബുക്ക്, ഡോർലാൻ സ്പോക്കൺ ഡിക്ഷണറി ബൈ എലസ്വിയർ. കാരണം ഇപ്പോൾ നമ്മൾ പുതിയൊരു ഇതിലോട്ട് കടക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറേ ബുദ്ധിമുട്ടും കാര്യമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ടേംസ് മനസ്സിലാവാത്തതിന്. കാരണം നമ്മൾ ബുക്സിൽ ഇന്ന ടേംസ് എന്ന് പറഞ്ഞാണ് അതിന് ഫുള്ളോടെ നമുക്ക് എന്താണ് അതിന് ഡയഗ്രാമാറ്റിക് വിഷ്വൽ, ഇപ്പം സ്യൂപ്പിനേഷൻ അല്ലെങ്കിൽ കുറേ ടേംസ് ഉണ്ട്. ഇപ്പം ഡോർസൽ വെൻട്രൽ അതൊക്കെ നമുക്ക് നേരത്തെ അറിയാം. അല്ലാതെ ഇത്തിരി ടഫ് ടേംസ് ഉണ്ട്. ആ ടേംസൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്താ കരിക്കുലത്തൊക്കെ പറയാനുള്ള ടെക്സ്റ്റ് ആണ് ഡോർലാൻ സ്പോക്കൺ ഡിക്ഷണറി. ഇതെന്ന് പറഞ്ഞാൽ മസ്റ്റ് ബൈ ടു നോ ദി ടെർമിനോളജീസ്. എല്ലാ ടേംസും അതിലുണ്ട് ഡയഗ്രാമാറ്റിക്. കാരണം ഞാൻ ഇപ്പം റീസെൻ്റായിട്ട് വാങ്ങി, ഇതൊരു 700 റുപ്പിയാണ്. 700 റുപ്പിക്കകത്തേ ഉള്ളൂ. അത്ര നല്ലൊരു ബുക്കാണ്. കാരണം ഇതെല്ലാം ഇപ്പം നമ്മൾ ജിപ്മാറിലെ കരിക്കുലത്തിൽ പറയുന്ന സാധനമാണ് ഏറ്റവും വാങ്ങേണ്ടത്. കാരണം നമുക്ക് അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഫോൺ എടുത്ത് വീണ്ടും നോക്കുക, അവസാനം ഫോണിൽ നിന്ന് വീണ്ടും നമുക്ക് ഇൻസ്റ്റയിലോട്ടോ അടുത്ത് എവിടെയെങ്കിലൊക്കെ നമുക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. ഈ വീഡിയോ പിന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. എന്നാൽ നമുക്ക് തുടർന്ന് ഇതേപോലത്തുള്ള കണ്ടൻറ്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. നിങ്ങളുടെ ഡ്രൈവിൻ്റെ ലിങ്ക് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാകും. അവിടെ കയറി നിങ്ങൾക്ക് തന്നെ ഡ്രൈവിൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.